സത്യം പറഞ്ഞാൽ ഈ മാസം പോയതറിഞ്ഞില്ല കേട്ടോ. മൊത്തം ഒരു മേളമായിരുന്നു. അപ്പൊ മമ്മിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചതിന്റെ കുഞ്ഞു വിശേഷമായിട്ടാണ് ഞാൻ വന്നത്. തലേദിവസം രാവിലെ തന്നെ ഞാനും ശരി ഇറങ്ങി മമ്മിക്ക് ഗിഫ്റ്റും പിന്നെ ഡെക്കറേഷനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ. മമ്മി പണ്ടെപ്പോഴും എന്നോട് മൊഡാൾ സിൽക്കിന്റെ ഒരു ചുരിദാർ വേണം എന്ന് പറഞ്ഞ ചെറിയൊരു ഓർമ്മ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ ഞങ്ങൾ തപ്പിയെടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്തു കഴിഞ്ഞ് ബലൂൺ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ആദ്യം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് പ്ലാനൊക്കെ തെറ്റി കേട്ടോ. അപ്പൊ ഞങ്ങൾ പ്ലാൻ ബിയിലേക്ക് കയറി. നൈറ്റ് നമ്മുടെ സിംഗർ അഞ്ജുയുടെ ഒരു ലൈവ് കൺസേർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പോവാണെന്ന് പറഞ്ഞ് ഞാനും ശരി നേരെ ഇറങ്ങി. മമ്മി മിനൂട്ടും ഡാഡിയും ഒക്കെ 8:30 ആകുമ്പോഴേക്കും ഉറങ്ങും കേട്ടോ. അപ്പൊ വത്സാനിയുടെ വീട്ടിൽ ഞങ്ങൾ 7:30 ആയപ്പോഴേക്കും എത്തി. അങ്ങനെ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞ് കറക്റ്റ് 8:30 ആയപ്പോ മമ്മീനെ വത്സാനിനെ കൊണ്ട് വിളിപ്പിച്ചോട്ടോ ഞങ്ങള്. അത്യാവശ്യമായിട്ടൊരു കാര്യം വേഗം വരണം എന്ന് പറഞ്ഞു. അപ്പോഴല്ലേ മമ്മി ബോംബ് പൊട്ടിച്ചത്. ഈനൂട്ടി ഉറങ്ങുവാണ്, ഇവിടെ പിള്ളേരില്ല, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് മമ്മി പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് കുത്തി മമ്മീനെ വരുത്തിച്ചു കേട്ടോ. എന്നപ്പോൾ ആൾ ഒടുക്കത്തെ സർപ്രൈസ് ആയി. അപ്പോഴേക്ക് ഈനൂട്ടീനെയും ഡാഡിനൊക്കെ വിളിച്ചു വരുത്തി ഞങ്ങൾ എല്ലാവരും കേക്കൊക്കെ മുറിച്ച് അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അങ്ങനെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് ഞങ്ങൾ നേരെ പോയത് അഞ്ചു കുര്യന്റെ കൺസേർട്ടിന്. ഗംഭീര പരിപാടിയായിരുന്നു കേട്ടോ അത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തുള്ളി ക്ഷീണിച്ച് ഞങ്ങൾ നേരെ കവാലി പോയി ഒരു അടിപൊളി ജല്ലിക്കട്ട് മന്തി കഴിച്ചു. ആ മന്തി ആണെങ്കിൽ ഒടുക്കത്തെ ടേസ്റ്റ്. അത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ബൈ ബൈ.